بسم الله الرحمن الرحيم. ദിക്റിനെ സംബന്ധിച്ച് നബിയോട് ചോദിച്ചു അബൂദർ റളിയല്ലാഹു അൻഹു, അയ്യുൽ കലാമി അഫ്ളലു നബിയേ, അല്ലാഹുവിന് വേണ്ടി ചൊല്ലുന്ന വചനങ്ങളിൽ ഏറ്റവും നല്ല ദിക്ർ എന്താണ് നബിയേ? മസ്തഫല്ലാഹു ലിമലായികതിഹി വലിഇബാദിഹി, അള്ളാഹുവിൻ്റെ പടപ്പുകൾക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾക്കും അള്ളാഹു തെരഞ്ഞെടുത്തു കൊടുത്ത ഒരു ദിക്റുണ്ട്. അതുതന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. റവാഹു മുസ്ലിം. മുസ്ലിം എന്നവർ ഉദ്ധരിച്ച ഹദീസാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അതൊരു ദിക്റാണ്. പിന്നെ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെയുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവേ ഒരു ന്യൂനതയും ഒരു കുറവുമില്ലാത്തവനല്ലയോ റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവായ നീയേ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്ക് ഉറക്കം വരും റബ്ബേ, നിനക്ക് ഉറക്കമില്ല. ഞങ്ങൾക്ക് ക്ഷീണം വരും റബ്ബേ, നിനക്ക് ക്ഷീണം ബാധിക്കൂല. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, ഉറക്കമോ തൂങ്ങിയുറക്കമോ അല്ലാഹുവിനെ ബാധിക്കൂല. No sleep nor slumber will overtake him. അല്ലാഹുവിന് തൂങ്ങിയുറക്കം വരൂല, ഉറക്കം വരൂല. യാ അല്ലാഹ് സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ. ഞങ്ങൾക്ക് അസുഖം വരും, നീരിറക്കം പിടിക്കും, ജലദോഷം വരും, പനി വരും, അസുഖങ്ങൾ വരും റബ്ബേ, നിനക്കത് വരുന്നില്ലല്ലോ റബ്ബേ, നീക്ക് ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രായാധിക്യം വരും, ക്ഷീണം വരും, തളർച്ച വരും, മരണം വരെ സംഭവിക്കും. സുബ്ഹാനല്ലാഹ്, എൻ്റെ റബ്ബിന് മരണമില്ലല്ലോ. ഇതൊക്കെയാണ് ഈ സുബ്ഹാനല്ലാഹ് പറയുന്ന അർത്ഥം. നീ പരിശുദ്ധനാണ് റബ്ബേ, ഞങ്ങൾക്ക് ന്യൂനതകളുണ്ട്, നിനക്ക് ന്യൂനതയില്ല റബ്ബേ. റുക്കൂയിൽ പോകുമ്പോൾ എന്താ പറയാ? സുബ്ഹാന റബ്ബിയൽ അദീം. സുജൂദക്ക് പോകുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല. നമ്മൾ എവിടൊക്കെ താന്നൊടുക്കുന്നുണ്ടോ അവിടൊക്കെ നമ്മൾ സുബ്ഹാനല്ലാഹ് പറയും. അല്ലാഹുവേ നിനക്ക് ഈ താഴ്ചയൊന്നും ഇല്ല റബ്ബേ, ഞങ്ങൾ താന്നിട്ടാണ്, നീ പരിശുദ്ധനാണ്. നീ നമ്മളെങ്ങാനും മേലോട്ട് വല്ല കുന്നും കയറുകയാണെങ്കിൽ അവിടെ പറയേണ്ടത് അല്ലാഹു അക്ബർ എന്നാ. ഇപ്പോൾ ബസ്സോ കാറോ കുന്ന് കയറി ഇങ്ങനെ മേലോട്ട് പോവുക, അപ്പോൾ അല്ലാഹു അക്ബർ ചൊല്ല സുന്നത്താ. ലലിതാഫങ്ങൾ ചൊല്ലല്ലേ? ബൈക്കേറ്റ് ഇങ്ങനെ മേലോട്ട് കുത്തനെ കയറ്റൊക്കെ ഉണ്ടാവില്ലേ? ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും മേലോട്ട് പൊന്തുമ്പോൾ, അപ്പോൾ അല്ലാഹു അക്ബർ. നമ്മുടെ അറബ് നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ദിക്റൊക്കെ പറഞ്ഞുതരും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്നിട്ട് സുബ്ഹാനല്ലദീ സഖ്ഖറനാ അല. സൗദി ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ പൈലറ്റുമാർ തവക്കൽനാ അലല്ലാഹ് എന്ന് ഒരു വല്ലാത്ത റാഹത്താണ് ഇത് കേൾക്കുമ്പോൾ. തവക്കൽനാ അലല്ലാഹ് ഇത് പറഞ്ഞിട്ട് ടേക്ക് ഓഫ് ചെയ്യുക, അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി പൊന്തു കേട്ടോ. അപ്പോൾ ഈ പൊങ്ങുമ്പോൾ നമ്മളെന്താ പറയേണ്ടത്? അല്ലാഹു അക്ബർ. എന്താ അതിൻ്റെ പൊരുളെന്നറിയോ? പടച്ചോനെ ഞങ്ങളിപ്പോൾ പൊന്താണ്, പക്ഷെ ഞങ്ങളെക്കാളും അക്ബർ മേലെ വലുത് നീ എന്നെ പടച്ചോനെ. ഞങ്ങളെ പൊന്തൊരുന്നൊരു പൊന്തലല്ല അല്ലാഹുവേ, നീ അതിലും മീതയാണ്. അപ്പോൾ അവിടെ അല്ലാഹു അക്ബർ പറയാം. ഇറക്കം വിടുമ്പോൾ സുബ്ഹാന, അത് താഴ്ചയിലേക്കാ. നിനക്ക് താഴ്ചയില്ല റബ്ബേ, ഞങ്ങൾക്ക് ഏതുള്ളൂ. എത്ര മനോഹരമാണ് നമ്മുടെ ദിക്റുകളൊക്കെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു റബ്ബേ. എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും എല്ലാ ശുക്റും റബ്ബേ നിനക്ക് അവകാശപ്പെട്ടതാണ്. ഇതാണ് ദിക്റുകളിൽ ശ്രേഷ്ഠമായൊരു ദിക്ർ. വേറെയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു ദിക്ർ തന്നെയാണ്. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ബഅദി മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും അല്ലാഹുവിലേക്ക് അടുക്കാൻ, പടച്ചതമ്പുരാനിലേക്ക് അടുപ്പം കിട്ടാൻ വേണ്ടി ചൊല്ലി പറഞ്ഞു പോന്ന ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അപ്പം അതും ശ്രേഷ്ഠമാണിത്. ഇപ്പോൾ പാല് നല്ലതാ, കോഴിമുട്ടി നല്ലതാ, അതും ഒന്ന് മറ്റേ നല്ല അല്ലാതായി പോകുന്നുണ്ടോ? ഇല്ല, അതൊക്കെ നല്ലത് തന്നെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നന്മയുടെ ഒരുപാട് 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 അവസരങ്ങളെ സ്വഹാബിമാർ നബിയോട് ചോദിച്ചപ്പോഴൊക്കെ ചോദിച്ചത് ശ്രേഷ്ഠമായത് പറഞ്ഞു തരും നബിയെ, ഏറ്റവും നല്ലത് പറഞ്ഞു തരും നബിയെ. അയ്യുൽ അമാലി അഫ്ളലു. അബ്ദുല്ലാഹി ഇബ്നു ഹബശിയുൽ ഖത്അമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് ചില ആളുകൾ വന്ന് ചോദിച്ച ഒരു രംഗം പറയുന്നുണ്ട്. നബിയോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ പറഞ്ഞു തരൂ നബിയെ. ഈമാനുൻ ലാ ശക്ക ഫീ, ഒരു സംശയവുമില്ലാത്ത വിശ്വാസമാണ്. ഒരു യുക്തിവാദിന്റെ പ്രസംഗം കേട്ടാലും അത് ഇളകൂല, അങ്ങനത്തെ ഈമാൻ. അതാണ് ഈമാൻ. അതിലിപ്പോ ഒരു കാര്യമുണ്ടോ? പോയി, അതല്ല ഈമാൻ. അയ്യുൽ അഅമാലി അഫ്ളലു ഈമാനുൻ ലാ ശക്ക ഫീ,
ഒരു സംശയവുമില്ലാത്ത ഈമാനാണ്. വജിഹാദുൻ ലാ ഗുലൂല ഫീ, ഒരു വഞ്ചനയോ പിന്തിരിഞ്ഞോട്ടമോ ഇല്ലാത്ത റബ്ബിന് വേണ്ടി ചെയ്യുന്ന ധർമ്മമാണ്. വഹജ്ജത്തുൻ മബ്റൂറാ, അല്ലാഹ് സ്വീകരിക്കുന്ന ഹജ്ജാണ്. ഇത് പറഞ്ഞപ്പോ ഉടനെ ചോദിച്ചു ഫഅയ്യു സ്വലാത്തി അഫ്ളൽ, ഒരുപാട് നിസ്കാരം നബിയെ അങ്ങ് പഠിപ്പിച്ചു തന്നല്ലോ, ഈ നിസ്കാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് എപ്പോഴാണ്? തൂലുൽ ഖുനൂത്ത്, ദീർഘനേരം നിങ്ങൾ അല്ലാഹുവിനെ ഓർത്ത് ഭവ്യതയോടെ നിസ്കരിക്കുമ്പോഴാണ്. അപ്പൊ ചോദിച്ചു ഫഅയ്യു സ്വദഖത്തി അഫ്ളലു, ശ്രേഷ്ഠമായ ദാനം ഏതാണ്? ജഹ്ദുൽ മുഖില്ലി, വളരെ കുറഞ്ഞ സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്ന ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദാനം. അപ്പോൾ വലിയൊരു മുതലാളി കൊടുക്കുന്നതിനേക്കാളും കൂലി ഒരു കൂലിപ്പണിക്കാരൻ കൊടുക്കുന്ന സ്വതക്കക്ക് കിട്ടും എന്ന് മനസ്സിലാക്കണം. നല്ല നിയ്യത്തിൽ കൊടുത്താൽ മതി. അപ്പൊ ചോദിച്ചു ഫഅയ്യുൽ ഹിജ്റതി അഫ്ളലു, നബിയേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സുഹാബിമാർ ഹിജ്റ വന്നവരാണ്, ഞങ്ങൾക്കതിന് അവസരം ഉണ്ടായില്ലല്ലോ നബിയേ, ഇനി എന്തെങ്കിലും ഹിജ്റയുണ്ടോ? ഖാല, ഹിജ്റകളിൽ ശ്രേഷ്ഠമായ ഹിജ്റ മൻ ഹജറ മാ ഹറമല്ലാഹു അസ്സ വജൽ, അല്ലാഹു ഹറാമാണ് എന്ന് പറഞ്ഞതിനെ തൊടാതിരിക്കുന്നവരെ, മയക്കുമരുന്ന്, ലഹരികള്, ഹറാമുകള്, തെറ്റുകള്, അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ ഏറ്റവും വലിയ ഹിജ്റയാണ് ചെയ്യുന്നത്. ിന്റെ മിമ്പറിൽ പുണ്യനബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ഖുതുബ നടന്നു കഴിഞ്ഞതിന് ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ അരികത്ത് നിൽക്കുന്നു. മദീന പള്ളിയെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരാ. പുണ്യനബി തങ്ങൾ നിന്ന മിമ്പർ ഇപ്പോഴും ആ സ്ഥാനത്തൊരു മിമ്പറുണ്ട്. അതേ മിമ്പറല്ല, പക്ഷേ ആ സ്ഥാനത്തൊരു മിമ്പറുണ്ട്. അത് ഹബീബായ നബി തങ്ങൾ നിന്ന മിമ്പറാണ്. എത്രയോ ഖുതുബകൾ ഹബീബ് നിർവഹിക്കുമ്പോൾ മിമ്പറ വിറക്കുന്നത് ഞങ്ങൾ കണ്ടു. പുണ്യനബി തങ്ങൾ ഹൗലുൽ മത്ല, ഖിയാമത്തിന്റെ ഭീകരമായ രംഗങ്ങൾ പറയുമ്പോൾ, പുണ്യനബി പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ സ്റ്റേജ്, അവിടുത്തെ മിമ്പർ, ഹബീബ് നിൽക്കുന്ന സ്ഥലങ്ങൾ വിറക്കുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. കുൻതു ഇൻദ മിമ്പരി റസൂലില്ലാഹ്, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നു. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മിമ്പറിന്റെ അരികത്ത് നിൽക്കുമ്പോൾ ഖാല റജുലുൻ, ഒരാൾ വന്ന് പറഞ്ഞു, ഇസ്ലാം ഒരുപാട് പുരോഗതി പ്രാപിച്ചല്ലോ, നമ്മൾ മക്കയിൽ എത്ര അടി കൊണ്ടവരാണ്, നമ്മുടെ കൂടെയുള്ള എത്ര ആളുകൾ അവർ ചുട്ടുകൊന്നു, എത്ര ആളുകൾ അവര് ക്രൂരമായി മർദ്ദിച്ചു, എന്തെല്ലാം 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 പ്രയാസങ്ങൾ നമ്മൾ സഹിച്ചു വന്നു. ഇപ്പൊ നമ്മൾ മദീനയിലിതാ അല്ലാഹു മദീനയെ മദീനത്തുൻ നബി, ഇത് ഹബീബിന്റെ മദീനയാണ്. എന്തൊരു സമാധാനത്തിലാണ് നമ്മൾ. യുദ്ധങ്ങളൊക്കെ വിജയിച്ചു, വൺ ആഫ്റ്റർ അതർ, ഒരു യുദ്ധം കഴിഞ്ഞ് മറ്റൊന്ന്, അതിലും വിജയം, അങ്ങനെ അഡ്വാൻസിങ് ഫ്രം വിക്ടറി ടു വിക്ടറി. എന്തൊരു വലിയ അഭിമാനത്തിലാണ് നമ്മളുള്ളത്. വല്ലാത്ത സമാധാനല്ലേ. ഇനിയിപ്പോൾ നമുക്ക് അധികം ഒന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സ്വഹാബി പറഞ്ഞു, ലാ ഉബാലി അൻ അമല അമലൻ ബഅദൽ ഇസ്ലാമി ഇല്ലാ അൻ അസ്ഖിയൽ ഹാജ്. ഇനി ഞാൻ ഇസ്ലാമിന് വേണ്ടി കാര്യമായ ഒരു പണിയെടുക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന പണിയാണ് ഇനിയുള്ളത്, ഞാൻ അതുമാത്രമേ ചെയ്യുകയുള്ളൂ. ഒരാൾ പറഞ്ഞു. അടുത്ത ആള് പറഞ്ഞു, ലാ ഉബാലി അല്ലാ അഅമല അമലൻ ബഅദൽ ഇസ്ലാം ഇല്ലാ അൻ അഅ്മറൽ മസ്ജിദൽ ഹറാം. ഇനി ഞാൻ മുസ്ലിമായി കഴിഞ്ഞില്ലേ, ഇനി മസ്ജിദുൽ ഹറാം, ഹബീബ അള്ളാഹുവിൻ്റെ മക്കയിലെ മസ്ജിദ്, ആ മസ്ജിദിന് ഖിദ്മത്ത് ചെയ്യും, ഞാൻ അതേ ചെയ്യുകയുള്ളൂ. വേറെ ആള് പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹി അഫ്ളലു മിമ്മാ ഖുൽതും, നിങ്ങൾ ഈ പറയുന്നതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യലല്ലയോ. അപ്പൊ അവിടെ മൂന്നാളുകൾ മൂന്ന് കാര്യം പറഞ്ഞു, മൂന്നും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന പണിയാണ് അല്ലേ. അതിനെ സംബന്ധിച്ചാണ് ആ ചർച്ച നടക്കുന്നത്. ഫസജറഹും ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ച് എഴുന്നേറ്റു. ഒരാൾ പറയും ഞാൻ അതേ ചെയ്യുള്ളൂ, മറ്റൊരാൾ പറഞ്ഞാൽ ഇതേ ചെയ്യുള്ളൂ, മൂന്നാമത്തെ ആള് നിങ്ങൾ രണ്ടാളും പറഞ്ഞതിനേക്കാളും ശ്രേഷ്ഠത ജിഹാദിനാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ, അന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ലാ തർഫഉ അസ്വാതകും ഇൻദ മിമ്പരി റസൂലില്ലാഹ്. നോക്കണേ,
അള്ളാഹിൻ്റെ റസൂലിനുള്ള ബഹുമാനം നോക്കണം. നബി തങ്ങൾ ഓതുന്ന, തങ്ങൾ നിൽക്കുമായിരുന്ന മിമ്പറിൻ്റെ അരികത്ത് വെച്ച് നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കല്ലേ. അതൊരു കുടുംബകലഹല്ല അവിടെ നടക്കുന്നത്, അവിടെ ഒരു പ്രശ്നമല്ല നടക്കുന്നത്. ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ചെറിയ തർക്കം. ഉമർ തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ അരികത്ത് വെച്ച് ഒച്ച വെച്ച് സംസാരിക്കല്ലേ. ലാ തർഫഉ അസ്വാതകും ഇൻദ മിമ്പരി റസൂലില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മിമ്പറിന്റെ അടുത്ത് വെച്ച് നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കുകയാണോ? ജുമാ നിസ്കാരം കഴിഞ്ഞ് ഹബീബായ നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഹബീബിനോട് ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയാം, അതുകൊണ്ട് നിങ്ങളാരും ഇവിടെ നിന്ന് ഒച്ച വെക്കല്ലേ. ഏതാണ് ശ്രേഷ്ഠം? ഹാജിമാർക്ക് വെള്ളം കൊടുക്കലാണോ, അവിടെ വളണ്ടിയർമാരുടെ പണിയെടുക്കലാണോ, മസ്ജിദുൽ ഹറാമിന് ഖിദ്മത്ത് ചെയ്യലാണോ, ജിഹാദാണോ എന്നൊക്കെ നിങ്ങൾ തർക്കിക്കണ്ട. ഞാൻ ഹബീബായ നബിയോട് ചോദിച്ചു മറുപടി തരാം. ഇവിടെ നിന്ന് ഒച്ച വെക്കരുത്, മിണ്ടാതിരിക്കണം. ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ എല്ലാവരും മിണ്ടാണ്ടിരുന്നു. തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു, നബിയേ ഇങ്ങനെ പറയുന്നുണ്ട് ഒരാൾ, ഇനി കാര്യമായ പണിയൊന്നും ബാക്കിയില്ലല്ലോ. കൊല്ലത്തിലൊരു ഹജ്ജ് വരുമ്പോൾ അവിടെ ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കൊടുക്കണം, അതൊരാൾ ചെയ്യാമെന്നും മസ്ജിദുൽ ഹറാം വൃത്തിയാക്കാമെന്ന് മറ്റൊരാളും, അതല്ല ഇതിനേക്കാളൊക്കെ പുണ്യം ജിഹാദാണ്, ഞാൻ അതുമാത്രമേ ചെയ്യൂ എന്ന് വേറൊരാളും പറയുമ്പോൾ ഏതാണ് നബിയെ ശ്രേഷ്ഠമായത് എന്ന ചർച്ചയാണ് നടക്കുന്നത്. മറുപടി വേണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ പുണ്യ നബി മൗനിയായി നിന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി കൊടുക്കണം. ആ മറുപടി ഹബീബിൻ്റെ സ്വന്തം ഇഷ്ടമല്ല, അള്ളാഹു നൽകുന്ന വിവരമാണ് പറയേണ്ടത്. വഹീ വരണം, അപ്പോഴേ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റൂ. അതാ വരുന്നു ജിബ്രീലു അലൈഹിസ്സലാം. സൂറത്തു തൗബയിലെ ഒരു ആയത്തുമായിട്ടാണ് വരുന്നത്. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുമെന്ന് പറയുന്നതും മസ്ജിദുൽ ഹറാമിൻ്റെ പരിപാലനം ഹജ്ജ് വേളയിൽ ചെയ്യും എന്ന് പറയുന്നതും കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും അള്ളാഹു പ്രതിഫലം തരണം എന്ന് ആഗ്രഹിച്ച് കോടാനുകോടി മുഅ്മിനീങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കാളൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മം അത് മാത്രമാണ് ശ്രേഷ്ഠമെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഈമാനോടെ തഖ്വയോടെ അള്ളാഹുവിന് ത്യാഗം ചെയ്യുന്നവരില്ലയോ? كمن آمن بالله واليوم الآخر وجاهد في سبيل الله. അള്ളാഹുവിൻ്റെ വഴിയിൽ ത്യാഗം ചെയ്യുന്നവരെ, സാധുമാർ പണ്ഡിതന്മാർ ഇൽമു കൊണ്ട് ജിഹാദ് ചെയ്യുന്നവരാണ്. അതിനർത്ഥം അതാണ്. ജിഹാദ് പറയുമ്പോഴേക്കും ഷൂട്ടിങ് കൊല്ല അതല്ല അതിൻ്റെ അർത്ഥം. അത് ആ ഒരു ഭാഗം അത് വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദുണ്ട്. അങ്ങനെയല്ലേ ഖുർആൻ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. അത് മക്കിയായ ആയത്താ, മക്കയിൽ ഇറങ്ങിയ ആയത്താ. മക്കയിൽ യുദ്ധത്തിന് അനുമതിയില്ല. പക്ഷെ അള്ളാഹ് ആയത്തിറക്കി എന്ത് ഖുർആൻ കൊണ്ട് യുദ്ധം ചെയ്യണം. അവിടുത്തെ നിയമം എന്താ? ഇങ്ങോട്ടടിച്ചാൽ അടി കൊള്ളുക എന്നല്ല, തിരിച്ചടിക്കാൻ പാടില്ല. അതായിരുന്നു മക്കയിലെ നിയമം. 13 കൊല്ലം. ആ സമയത്തും അള്ളാഹ് പറഞ്ഞു ഖുർആൻ ഉപയോഗിച്ച് ജിഹാദ് ചെയ്യണം. എന്താ അതിനർത്ഥം? ഖുർആൻ പഠിപ്പിക്കണം, ഇൽമു വേണം, അറിയണം, തൗഹീദ് മനസ്സിലാക്കണം, റിസാലത്തും നുബുവത്തും ആഖിറത്തും മനസ്സിലാക്കണം. അത് പഠിപ്പിക്കലും ഒരു ധർമ്മസമരമാണ്. അതിനു ജിഹാദ് എന്നാ പറയാം. സമ്പത്ത് കൊടുത്തു നല്ല കാര്യങ്ങൾക്ക്, കുട്ടികൾ കെട്ടിക്കാൻ, വിധവകൾക്ക്, രോഗികൾക്ക്, അതും സമ്പത്ത് കൊണ്ടുള്ള ജിഹാദാണ്. പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് വായ കൊണ്ട് ഇൽമു കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ധർമ്മസമരമാണ്. അള്ളാഹുവിന് വേണ്ടി ഈമാനും തഖ്വയോടും കൂടെ പരലോകത്തിൽ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ച് റബ്ബിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന എത്രയോ അമലുകളില്ലേ?
അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പണിയാണ്, ഈ ജോലികളെക്കാളൊക്കെ നിങ്ങളുടെ ഒരു ജോലിയാണ് ഖൈർ എന്ന് എങ്ങനെ നിങ്ങൾ പറയും? ലാ യസ്തഊന ഇൻദല്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെ അടുത്ത് ഒരുപോലെയല്ല. കൊല്ലത്തിൽ ഒരിക്കൽ ഒരു സേവനം ചെയ്തിട്ട് പിന്നെ മിണ്ടാണ്ടിരിക്കുക, ഒരു പണിയും ചെയ്യാതിരിക്കുക, അതും കൊല്ലം മുഴുവൻ പണിയെടുക്കുന്നതും ഒരുപോലെയാണോ? അല്ല. അല്ലാഹു തആല പറയാം.